നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ ഭാഗം ലക്ഷ്മണന് ആയുധാഘാതമേറ്റ് മോഹാലസ്യമുണ്ടായി വീണു എന്നാണ്. അതാണ് പറഞ്ഞു നിർത്തിയ ഭാഗം. തുടർന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആണ് യുദ്ധകാണ്ഡത്തിലെ കഥാരീതികളായിട്ട് വരുന്നത്. അതിനകത്ത് ഇനി ഈ കാലനിയമിയുമായിട്ടുള്ള ഒരു തർക്കവും സംവാദമുണ്ട്. പിന്നെ കുംഭകർണൻ്റെ നീതിവാക്യമുണ്ട്, നാരദസ്തുതിയുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളും രാവണവധവും അതിനകത്ത് വരും. രാവണവധം കഴിഞ്ഞിട്ടാണ് നാരദസ്തുതി വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദ്രോണപർവ്വതത്തിലേക്ക് പോയി ഹനുമാൻ മരുന്ന് കൊണ്ടുവന്നു. മോഹാലസ്യം അവർക്ക് മാറി. അത് കഴിഞ്ഞ പാടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ രീതിയും മഹാമോശമാണ് എന്ന സ്ഥിതിയിൽ തത്വോപദേശത്തിൻ്റെ ഒരു സമയമാണ് നടക്കുന്നത്. അത് നടന്നിട്ട് കുറച്ചും കൂടി തത്വചിന്താപരമായ കാര്യങ്ങൾ അവിടെ പറയുകയും കഥയിലേക്കകത്തേക്ക് അത് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതായത് ഈ ആയുർവേദത്തിലെ കൈപ്പുള്ള മരുന്ന് ഈ രോഗിയെ സേവിപ്പിക്കുന്നത് ശർക്കരയിൽ പൊതിഞ്ഞാണ്. അതുപോലെ ഇവിടെ ഈ വേദാന്തസാര തത്വങ്ങൾ അല്പം മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് കഥയുടെ മാധുര്യത്തിനകത്ത് അത് പൊതിഞ്ഞാണ് കവി പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ രസകരമായ ഒരു സവിശേഷതയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ രാമൻ വളരെ ആദ്യം രാവണൻ്റെ വില്ലും കിരീടങ്ങളുമെല്ലാം അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു അസ്ത്രം കൊണ്ട് മുറിച്ച് കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ പാടെ രാവണൻ അരമനയിലേക്ക് പോയി. പിന്നെയാണ് ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി വരുന്നത്. ആ ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി വന്ന് എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും ഒരു നിവൃത്തിയില്ലെന്ന് കണ്ട് അവസാനം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരെല്ലാവരും ബോധഹീനരായി വീണു. അത് കുറച്ച് കഴിഞ്ഞ് രാമൻ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് ലക്ഷ്മണൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ദ്രോണപർവ്വതത്തിൽ പോയി അവിടെ നിന്ന് ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന മരുന്നുണ്ട്, അതിന് കൊണ്ടുവരും ഹനുമാനെ എന്ന് ഈ വളരെ ചാടാൻ വളരെ വൈദഗ്ധ്യമുള്ള ഹനുമാനോട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ അവിടേക്ക് പോയി മരുന്ന് കൊണ്ടുവന്നു. ഈ വാൻഡന്മാരുടെ ഇടയിലുള്ള വൈദ്യന്മാർ, സുഷാണൻ തുടങ്ങിയുള്ള വൈദ്യന്മാരുണ്ടായിരുന്നു. അവർ ഈ മരുന്ന് കണ്ടുപിടിച്ച് അത് അരച്ച് കലക്കി കൊടുത്തോ തളിക്കോ അത് സിറപ്പായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിശേഷിച്ചാൽ നസ്യം എന്നൊരു ക്രിയയുണ്ട്. നസ്യം ഈ പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആ നീര് മൂക്കിൻ്റെ രണ്ട് ദ്വാരത്തിലൂടെയും 3 തുള്ളി വീതം ഒഴിച്ചാൽ മതി. നസ്യം എന്ന് പറയും. അപ്പോൾ നസ്യക്രിയയിലൂടെ ആണ് അത് ലക്ഷ്മണനെ ജീവിപ്പിച്ചെടുത്തത്, ബോധം തെളിയിപ്പിച്ചെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ലക്ഷ്മണൻ അവിടെ വഴങ്ങിക്കൊടുക്കുക ചെയ്തേ. ലക്ഷ്മണൻ അങ്ങനെ മരണമൊന്നും ഉണ്ടാവില്ല. ലോകത്തിലുള്ള സകല മായാശക്തികൾക്കും ആധാരഭൂതനായ ആദിശേഷൻ്റെ അവതാരമാണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ഒരായുധത്തിനും കഴിയില്ലെങ്കിലും മനുഷ്യഭാവത്തെ അവലംബിച്ച് ലക്ഷ്മണൻ അത് ബോധം കെട്ട് വീണതായിട്ട് ആണ് പറയുന്നത്. രാവണൻ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങി. പക്ഷേ തൻ്റെ മുഴുവൻ കഴിവും രാവണൻ ഉപയോഗിച്ചിട്ട് ലക്ഷ്മണൻ്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല. അത്ര ഭാരമായിരുന്നു. അവിടെ എടുക്കാൻ പറ്റിയില്ല. ആ രാവണൻ ലക്ഷ്മണനെ എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഹനുമാൻ ഓടി വന്ന് ഈ രാവണൻ്റെ മൂക്കിലോട്ട് ഒറ്റ ഇടി വെച്ച് കൊടുത്തു. ഇടി കൊണ്ട പാടെ അയാളുടെ മൂക്കിൽ നിന്ന് വായിക്കുന്ന രക്തം ചാടാൻ തുടങ്ങി. ഒരുപാട് രക്തം ഒഴുകി. ഈ ഹനുമാൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരാഞ്ഞ ഇടിയാണ്, ഒരു 1.5 ഇടിയാണ്. സാധാരണ രീതിയിലുള്ള ആഘാതമൊന്നുമല്ല. ഇടിക്ക് അപാര ശക്തിയാണ്. ഹനുമാൻ നല്ല കായശക്തി ഉണ്ട്, മനഃശക്തി ഉണ്ടല്ലോ. ശരീരവും മനസ്സും ഒരുപോലെ ശക്തിമത്തായ ഒരു അവതാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹനുമാൻ എന്ന് പറയുന്നത്. ഒന്ന് ശൈവ ശക്തിയാണ് കയ്യിലിരിക്കുന്നത്. മൂന്നാമത് വാൻഡന്മാരുടെ സ്വതവേയുള്ള ശക്തി വിശേഷങ്ങളുമുണ്ട്. പിന്നെ മരുത്തിൻ്റെ ശക്തിയുമുണ്ട്. അതായത് മാരുതിയുടെ കാറ്റിൻ്റെ ശക്തിയുണ്ടല്ലോ, വായുദേവൻ്റെ ശക്തിയുമുണ്ട്. എന്തായാലും ശരി, അങ്ങനെയെല്ലാം ശക്തി അവിടെ പ്രയോഗിച്ചു. മുട്ടി ചുരുട്ടി ഒറ്റ ഇടി കൊടുത്തു. അതോടെ രാവണൻ്റെ മൂക്കിലൂടെയും കാതിലൂടെയും വായിലൂടെയും രക്തം വന്നെന്നാണ് പറയുന്നത്. ബോധം കെട്ട് വീണു. ഹനുമാൻ നിഷ്പ്രയാസം ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ട് കിടത്തി. ഹനുമാൻ്റെ ഭക്തിക്ക് വശംവദനായി തീർന്നു
എന്നുള്ളത് കൊണ്ടാണ് ഈ രാവണന് എടുക്കാൻ പറ്റാത്ത ശരീരം ലക്ഷ്മണന് അല്ല ഈ ഹനുമാൻ എടുത്ത് പൊക്കാൻ പറ്റിയത് ലക്ഷ്മണനെ, അല്ലെ അനക്കാൻ പറ്റിയല്ല. ഹനുമാൻ്റെ ഭക്തി അത്രത്തോളം ശക്തമായിരുന്നു. അങ്ങനെയാ ഭക്തിയെ അളക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. നമ്മൾ തുലാഭാരമൊക്കെ നടത്തുമല്ലോ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് പഴം കൊണ്ടും പഞ്ചസാര കൊണ്ടും ഒക്കെ തുലാഭാരം നടത്തും. എന്തിനാ അത്? തുളസി കൊണ്ട് ചെയ്യും, എല്ലാം ചെയ്യും. സ്വർണം കൊണ്ട് സ്വർണം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്വർണ്ണ തുലാഭാരമൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ തുലാഭാരം ചെയ്യുക എന്ന തൻ്റെ ഭക്തി അവിടെ വളരെ പ്രധാനമാണ്. ഭക്തിയുടെ അത്രയും തൂക്കമുള്ള വേറെ ഒരു സാധനവും ഇല്ലെന്നാണ്. അത് പഴത്തിന് പഞ്ചസാര ചാക്കുകൾക്കോ ഒന്നും ഉള്ളതിനേക്കാളും കൂടുതലുള്ള തൂക്കം ഭക്തിക്കാണ്. ആ ഭക്തിയുടെ ഭാവം എന്ന് പറയുന്നത് ഈശ്വരനിലേക്ക് ചേർന്ന് ഒരു സമർപ്പിത ചേതസ്സാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരനിലേക്ക് ചെന്ന് ചേരുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരു അനുഷ്ഠാന പദ്ധതിയായ ഈ ഭക്തി എന്ന് പറയുന്നത്. അല്ല ചുമ്മാ കൈതൊഴുതി പിടിച്ച് ജപിക്കുന്നത് മാത്രമല്ല, മനസ്സും ശരീരവും അതിലടങ്ങുന്ന ഇന്ദ്രിയങ്ങളും എല്ലാം ഈശ്വരപരമായ നിലയിൽ സമർപ്പിക്കാൻ കഴിയണം. അങ്ങനെ സമർപ്പിത ചേതസ്സാകുമ്പോൾ മാത്രമേ ഭക്തി അത്ര ഭാരമുള്ളതായി ഭവിക്കുകയുള്ളൂ. അപ്പോൾ ഹനുമാൻ്റെ ഭക്തി അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നതുകൊണ്ടാണ് ആ ഭക്തിക്ക് വശംബാധനായി പോവുകയാണ് ലക്ഷ്മണൻ ചെയ്യുക. അതുകൊണ്ട് ആ ലക്ഷ്മണൻ്റെ ശരീരത്തിലെടുത്ത് ഒന്ന് അനക്കാനും എടുക്കാനും ഒക്കെ സാധിച്ചത്. എന്നാൽ അനായാസം ഉയർത്തിയെടുത്തു എന്നാണ് പറയുന്നത്, അല്ല ചുമ്മാ അനക്കമല്ല. രാവണൻ അനക്കാൻ ശ്രമിച്ചിട്ട് അങ്ങനെയുള്ള അനക്കമല്ല. ആളിനെ പൂർണ്ണമായിട്ട് അങ്ങ് എടുത്തിട്ടാണ് വിഷ്ണുവിൻ്റെ മുമ്പിൽ രാമൻ്റെ മുമ്പിൽ കൊണ്ട് കിടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലക്ഷ്മണൻ കനം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുക ചെയ്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശക്തി എന്ന് പറയുന്ന വേൽ അത് ഈശ്വരപരമായ ഒരു നാരായണൻ്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ അംശമാണ്, ഈ ആദിശേഷൻ്റെ അംശമാണ് ഈ ലക്ഷ്മണൻ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഈ ലക്ഷ്മണൻ്റെ ശരീരത്തിൽ തട്ടിയിരുന്ന ഈ ശക്തി എന്ന് പറയുന്ന ആയുധം, ആ മാല്യവൻ പണ്ട് രാവണന് കൊടുത്ത ആയുധം ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, അത് ഓർമ്മിച്ചാൽ മതി. ആയുധം എടുത്ത ഈ ലക്ഷ്മണൻ്റെ നേർക്ക് പ്രയോഗിച്ചത് ശരിക്കും അങ്ങ് പ്രയോഗിക്കല്ല, അത് ശരിക്കും പ്രയോഗിച്ചത് വിഭീഷണൻ്റെ നേർക്കാം, സ്വന്തം അണിഞ്ഞിട്ട് നേർക്കാം. അപ്പോൾ തന്നെ ആശ്രയിച്ച ഒരാളിന് ജീവഹാനി ഉണ്ടാകുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ. ആരാണോ ആശ്രയം കൊടുത്തത് ആ ആശ്രയം കൊടുക്കുക എന്ന് പറയുന്നത് എന്താ? എല്ലാ നിലയിലും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സംരക്ഷണം കൊടുക്കുന്ന ആൾ ഇയാളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയാൻ അടിസ്ഥാനമുള്ളത് അതില്ല. അതുകൊണ്ടാണ് ലക്ഷ്മണൻ ഉടനെ ആയുധം വരുന്ന കണ്ട ഉടനെ ഈ വിഭീഷണൻ്റെ മുമ്പിൽ കയറി നിന്നു. ഈ ആയുധം ഇയാളുടെ മാറത്ത് തന്നെ ഏറ്റു, അങ്ങനെ വീണു. അപ്പോൾ ആയുധത്തിന് വഴങ്ങിക്കൊടുത്തു. അത് നാരായണൻ്റെ അംശമാണ്, അല്ലെങ്കിൽ ആദിശേഷൻ്റെ അംശമാണ് ലക്ഷ്മണൻ എന്ന് അറിഞ്ഞതുകൊണ്ട് ഈ ശക്തി അവിടെ നിന്ന്, ഈ ആയുധത്തിൻ്റെ പേരാണ് ശക്തിവേൽ ആണ്. ആ ശക്തി ലക്ഷ്മണനെ വിട്ട് രാവണൻ്റെ തേരിൽ തന്നെ തിരിച്ചെത്തിച്ചേർന്നു. രാവണൻ അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു. രാവണനും ആ ആയുധം ഏറ്റിട്ട് ബോധക്കേട് വന്നത്, രാമൻ്റെ ആയുധം ഏറ്റിട്ട് ബോധക്കേടുണ്ടായി. അത് കഴിഞ്ഞ് ആ ശരങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് അവിടുന്ന് നേരെ രാമനോട് യുദ്ധത്തിന് ചെല്ലുകയും ചെയ്തു. ലക്ഷ്മണൻ്റെ മോഹാലസ്യം ശ്രീരാമനെ വല്ലാതെ ദുഃഖിപ്പിച്ചുവെങ്കിലും അതിന് കാരണക്കാരനായ രാവണൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് കണ്ടിട്ട് രാമൻ ഹനുമാൻ്റെ തോളിൽ കയറിയിരുന്ന് ഇടിനാദം പോലെ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് വില്ലിൽ ഞാണിൽ കേൾപ്പിച്ചു, തൻ്റെ സാന്നിധ്യം അറിയിച്ചു. രാവണനോട് പറഞ്ഞു, രാക്ഷസന്മാരിൽ അധമനായിട്ടുള്ളവനെ, മോശക്കാരനായിട്ടുള്ളവനെ, നീചനായിട്ടുള്ളവനെ എന്നാണ്. രാക്ഷസാധമ, എൻ്റെ മുമ്പിൽ അല്പം നേരം നീ നിൽക്കേ. എല്ലാവരെയും സമമായി കാണുന്ന എനിക്ക് അങ്ങനെ ജാതിഭേദമോ മതദ്വേഷമോ ഒന്നുമില്ല. അങ്ങനെയല്ല, എല്ലാം സമമായി കാണുന്ന എനിക്ക് ഇത്ര വലിയ ദ്രോഹം ചെയ്തിട്ട് നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞ് ജനസ്ഥാനത്തെ രാക്ഷസന്മാരെ കൊന്ന അതേ ശരങ്ങളെ കൊണ്ട്, നിൻ്റെ അനുചരന്മാരായിട്ട് കുറേ രാക്ഷസന്മാരുണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ ഞാൻ കൊന്നതാണ്. അതുപോലെ അതേ ശരങ്ങളെ കൊണ്ട് തന്നെ ഞാൻ നിൻ്റെ ഇപ്പം കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണനെ ചുമൽ വഹിക്കുന്ന ഹനുമാനെ ശരങ്ങളെ കൊണ്ട് ഇത് പിളർന്നു എന്നാണ്. ഒരുപാട് ശരങ്ങൾ അയച്ചു. പക്ഷേ ഈ ഹനുമാൻ ദേഹം ഒന്ന് കുലിക്കപ്പോൾ, ഒന്ന് കുടഞ്ഞെറിഞ്ഞപ്പോൾ ഈ അസ്ത്രങ്ങളെല്ലാം പോയി. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. മാരുതിക്ക് അങ്ങനെ എല്ലാത്തിനും ഇങ്ങോട്ട് ഏൽക്കാനുള്ള കഴിവുണ്ട്. അത് ഒരു ബൂമറാങ് പോലെയാണ്, അത് ചിതറിത്തെറിച്ച് മറ്റിടങ്ങളിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഒരു ശക്തി അയാൾക്കുണ്ട്. ഹനുമാൻ ഒരു കുലുക്കം ഉണ്ടായില്ല, തേജസ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഉച്ചത്തിൽ സിംഹാദം മുഴക്കി. ഹനുമാന് മുറിവേറ്റതറിഞ്ഞ്, ദേഹം മുറിയുമല്ലോ, ശ്രീരാമൻ പ്രളയകാല രുദ്രനെ പോലെ വലിയ ശക്തിശാലിയാണ്,
പ്രളയകാലത്തെ ഏറ്റവും വലിയ ശക്തിശാലിയാണ് രുദ്രൻ എന്നാണ്. രുദ്രൻ എന്നുള്ള വാക്കുണ്ടല്ലോ, രുദ്രൻ എന്നുള്ള വാക്ക് രോദയതി എന്നാണ്, കരഞ്ഞു എന്നുള്ളതാണ്. ജനിച്ചപ്പോഴേ കരഞ്ഞു, അതുകൊണ്ടാണ് രുദ്രൻ എന്ന് പേര് വന്നത്. ശിവൻ്റെ ഒരു പര്യായമായിട്ട് ഉപയോഗിക്കുമെങ്കിലും ശിവൻ്റെ പുത്രനാണ് ഈ രുദ്രൻ എന്ന് പറയുന്നത്. ആ രുദ്രൻ ഉച്ചത്തിൽ കരഞ്ഞത് കൊണ്ടാണ് രുദ്രൻ എന്ന് പേര് വന്നത്. രോദതി എന്നാണ്, രോദന എന്ന് പറഞ്ഞാൽ കരയുന്നു എന്നാണ്. ക്രുദ്ധനായിട്ട് രാമൻ രാവണൻ്റെ കുതിരകളെയും കൊടിമരം, തേര്, വില്ല്, ശരങ്ങൾ, ആയുധങ്ങൾ ഇവയെല്ലാം നിമിഷ നേരം കൊണ്ട് അങ്ങ് തകർത്ത് കളഞ്ഞു. സൂതനെ, അത് തേരാളിയായി സൂതൻ ഉണ്ടായിരുന്നു. തേര് പിടിക്കുന്ന ഒരാളുണ്ട്, ഡ്രൈവറുണ്ടല്ലോ, രഥത്തിൻ്റെ ഡ്രൈവറുണ്ടായിരുന്നു സൂതൻ. അയാളെയും കൊന്നു വീഴ്ത്തി. അതിതീക്ഷ്ണമായൊരു ശരം കൊണ്ട് രാവണൻ്റെ മാറിടത്തിൽ തന്നെ എയ്ത് പിടിപ്പിച്ചു. രാമബാണമേറ്റ് രാവണൻ തേരിൽ വീണു. അപ്പോൾ അർദ്ധചന്ദ്ര ആകാരത്തിലുള്ള ഒരു ശരം കൊണ്ട് രാവണൻ്റെ കിരീടമല്ല, അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, അതെല്ലാം മുറിച്ച് വീഴ്ത്തിക്കളഞ്ഞു. രാവണനോട് രാമൻ അരുളി ചെയ്തു, അതാണ് ഞാൻ പറയാൻ ആ പോയിന്റ്. അതുകൊണ്ടാണ് മുമ്പത്തെ കഥ ഓർക്കേണ്ടി വന്നത്. ഒരു സംഗതി അവിടെ ഓർക്കാനുണ്ട്. രാമൻ്റെ ആ മനോഭാവം എന്താണെന്ന് ബോധ്യപ്പെടുന്ന ഒരു വാചകം വാൽമീകി അവിടെ ചേർത്തിട്ടുണ്ട്, അധ്യാത്മരാമായണത്തിലുമുണ്ട്. അതെന്ന് വെച്ച് പറഞ്ഞാലേ, ഞാൻ നിനക്ക് അനുവാദം തരുന്നു രാവണ, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു. ഇപ്പോൾ അരമനയിലേക്ക് പോയിക്കോളൂ, വിശ്രമിച്ചിട്ട് ക്ഷീണമൊക്കെ തീർത്തിട്ട് വന്നാൽ മതി. നാളെ യുദ്ധത്തിന് വന്നാൽ മതി. അപ്പോൾ എൻ്റെ പരാക്രമം നേരിട്ട് അങ്ങേക്ക് കാണാം. ഇങ്ങനെ ഈ ഡ്യൂട്ടി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതേ ഒരു സന്ദർഭം മഹാഭാരതത്തിലുണ്ട്. നേരിട്ട് നിന്ന് നിൽക്കുന്ന എതിരാളികൾക്ക് വല്ല ക്ഷീണവും തട്ടിയതായി കണ്ടാൽ അർജുനൻ പറയുന്ന ഒരു വാചകമുണ്ട്, സുഹൃത്തെ, ഇന്നത്തെ യുദ്ധം മതിയാക്കൂ, നിങ്ങൾ പോയി വിശ്രമിച്ചിട്ട് വരൂ, നാളെ യുദ്ധം ചെയ്താൽ മതി. ഇതാണ് ധർമ്മയുദ്ധത്തിൻ്റെ ഒരു നീതി. ഒളിച്ചിരുന്ന് ചെയ്യുന്ന ഈ ശത്രുത്വമല്ല, അല്ല പ്രതികാരമല്ല വേണ്ടത്. നേരിട്ട് ഇത്ര മണിക്കൂർ യുദ്ധം ചെയ്യുക, ഇന്ന രീതിയിൽ യുദ്ധം ചെയ്യുക. അങ്ങനെ നിൻ്റെ യുദ്ധ സാമർഥ്യം, നിൻ്റെ അഭ്യാസ പാടവം മുഴുവൻ ഞാൻ തോൽപ്പിച്ചിട്ടാണ് നിന്നെ ഞാൻ കൊല്ലുന്നത്. അത് എങ്ങനെയെങ്കിലും കൊല്ലുകയല്ല. ഇതാ ധർമ്മയുദ്ധത്തിൻ്റെ ഒരു നീതിയാണിത്. അപ്പോൾ രാമന് ആ ഒരു ബോധ്യമുണ്ട്. രാവണന് പക്ഷേ അതിൽ എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇതങ്ങനല്ല. ആ യുദ്ധത്തിലല്ല, ഓരോ കാര്യങ്ങൾക്കും ഓരോ നിയമങ്ങളുണ്ട്, ഓരോ കാര്യങ്ങൾക്കും. ആ നിയമമാണ് ഇവിടെ ധർമാത്മകമായി രാമൻ ചെയ്ത് വയ്ക്കുകയാണ്. രാമൻ്റെ പറച്ചിലതാണ്, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കും, യുദ്ധം ചെയ്താൽ പിന്നെ ക്ഷീണിക്കത്തില്ലേ, ക്ഷീണിച്ചാൽ വീട് മരിക്കത്തില്ലേ, ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ. പക്ഷേ അങ്ങനെയല്ല, യുദ്ധം ചെയ്ത് അല്പം ശാരീരികമായ ക്ഷീണം സംഭവിച്ചു, അതുകൊണ്ട് നാളെ പോയി ഒന്ന് വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ച്, കുറേ വെള്ളം ഇട്ട് കുളിച്ച്, ദേഹത്തൊക്കെ തൈലം എണ്ണയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് ശരിയായിട്ട് ക്ഷീണമൊക്കെ തീർത്ത് നല്ല ഉഷാറായിട്ട് നാളെ ഇങ്ങ നമുക്ക് യുദ്ധം ചെയ്യാം. അപ്പോൾ എൻ്റെ യുദ്ധത്തിൻ്റെ ആ പ്രാവീണ്യം എന്താണ്, യുദ്ധ നൈപുണ്യം എന്താണെന്ന് കാണുകയും ചെയ്യാം. ഈ ഒരു മനോഭാവമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ലജ്ജിതനായ രാവണൻ അണക്കെട്ടുപോയി. രാവണൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. രാമൻ വല്ലാതെ ദുഃഖിച്ചു. അങ്ങനെയാണ് ദിവ്യൌഷധി ദ്രോണപർവ്വതത്തിൽ പോയിട്ട് അത് കൊണ്ടുവരുന്നത്, ജീവിപ്പിക്കാനായ ഔഷധങ്ങൾ കൊണ്ടുവരാൻ ഹനുമാൻ തന്നെ ദ്രോണപർവ്വതത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഹനുമാനെ കുറച്ച് കാലതാമസം ഉണ്ടാക്കണമെന്ന് രാവണൻ വിചാരിച്ചു. അത് പറയാൻ കാര്യം, പിന്നെ യുദ്ധരംഗത്തേക്ക് ഈ വാണ്ടന്മാരുടെയും രാമൻ്റെയും ലക്ഷ്മണൻ്റെ വീണ് കിടന്ന സ്ഥലത്തേക്കൊക്കെ രാവണൻ്റെ ചാരന്മാരെത്തി ന്യൂസ് പിടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് ലക്ഷ്മണൻ. അയാളെ ജീവിപ്പിക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് രാമൻ പറഞ്ഞു, ദ്രോണപർവ്വതത്തിലേക്ക് പോയിട്ട് അവിടുന്ന് മൃതസഞ്ജീവനി എന്ന് പറയുന്ന മരുന്ന് കൊണ്ടുപോവാ, എന്നിട്ട് വേണം ഇയാളെ ജീവിപ്പിക്കാനെന്ന് അയച്ചിട്ടുണ്ട് ഹനുമാൻ എന്നുള്ള വിവരം ഈ ചാരന്മാർ മൂലം രാവണൻ അറിഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയിട്ട് ഇവിടം വരെ വരണമെങ്കിൽ അല്പസമയം എടുക്കുമല്ലോ. ഈ ദൈർഘ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷ്മണനെ പിന്നെ ജീവിപ്പിക്കാൻ ഒക്കെയല്ല. അവിടെ പാമ്പ് കടിയേറ്റാൽ ആ നിശ്ചിത സമയത്തിനകത്ത് കൊണ്ടുപോയില്ലെങ്കിൽ അയാളെ ജീവിപ്പിക്കാൻ ഒക്കൂ. വിഷവൈദ്യന്മാർ പറയും, ഒരു അരമണിക്കൂർ താമസിച്ച് പോയി, അരമണിക്കൂർ മുമ്പേ എത്തിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യുമായിരുന്നു. ഈ വൈദ്യന്മാരൊക്കെ പറയുമല്ലോ അങ്ങനെ, ഡോക്ടർമാരെല്ലാം പറയും, ഇപ്പം കൊണ്ടുവന്നുകൊണ്ട് കാര്യമായി, ഇല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ആയുധാഘാതമേറ്റ് ഈ ലക്ഷ്മണൻ മരിക്കാൻ കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടത്രയും കാലതാമസം ഉണ്ടാക്കിയാൽ മതി, സംഗതി പിന്നെ ലക്ഷ്മണൻ മരിച്ചു പോകും. അത് രാവണനറിയാം. അതുകൊണ്ട് രാവണൻ ചെന്നത് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് വിചാരിച്ചാണ്. ആ മാർഗം എങ്ങനെയാണ്? കാലനേമി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ കാലനേമിയോട് പോയിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അല്പ കാലതാമസം ഉണ്ടാക്കണം നീ അവിടെ പോയിട്ട് എന്ന് പറയുക.
കാലദൈവയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അങ്ങ് ഈ ഹനുമാന് കുറച്ച് കാലതാമസം ഉണ്ടാക്കണം, പിന്നെ ഈ യാത്രയിൽ ഒരു മുനിയുടെ വേഷം ധരിച്ച് ഹനുമാനെ മയക്കി കുറച്ച് കാലതാമസം വരുത്തിയാൽ മതി. ഒരു 3.25 നാഴിക, 3.25 നാഴിക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറെന്നാണ്. അതിന് 3.25 നാഴിക എന്ന് പറഞ്ഞാൽ ഒരു യാമം എന്ന് പറയും. 5 ഭൂതങ്ങളാണ്: പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. 5 ഭൂതങ്ങൾ. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നാണ്. അത് പറയാം. പൃഥിവി 1.25, അപ്പ് 1, തേജസ് 3/4, വായു 1/2. ഇനി ഏതാ? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ആകാശം 1/4. ഇത് കൂട്ടുമ്പോൾ 3.25 നാഴിക വരും. ഈ 3.25 നാഴിക വരുമ്പോൾ 1.5 മണിക്കൂർ വരും. അതാ ടൈം, 1.5 മണിക്കൂർ. ഒരു വിനാഴിക എന്ന് പറഞ്ഞാൽ, അല്ല 2.5 വിനാഴിക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. 1 വിനാഴിക എന്ന് പറഞ്ഞാൽ 24 സെക്കൻഡാണ്. 2.5 നാഴിക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 നാഴിക. അപ്പോൾ 12 മണിക്കൂർ പറഞ്ഞാൽ 30 നാഴിക. ഇതെൻ്റെ സമയത്തിൻ്റെ അളവ് അങ്ങനെയായിരുന്നു. അത് പഠിച്ചാലേ വെക്കും. നാഴിക വിനാഴിക എത്ര മിനിറ്റാണെന്നുള്ള കാര്യം അറിയാൻ. എന്തായാലും ശരി, അങ്ങനെ ഈ 1.5 മണിക്കൂർ സമയം, 3.25 നാഴിക എന്ന് പറഞ്ഞാൽ, ആ സമയത്തിനുള്ളിൽ ഔഷധം പ്രയോഗിച്ചാൽ മാത്രമേ ലക്ഷ്മണൻ രക്ഷപ്പെടുകയുള്ളൂ. ഹനുമാനെ കുറച്ച് നേരം താമസിപ്പിച്ച ശേഷം മടങ്ങി വന്ന് അങ്ങ് ഗൃഹത്തിൽ സുഖമായി താമസിച്ചുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഉപകാരം നിന്നെ കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് കാലനേമിയോട് പറഞ്ഞു. ഉടൻ തന്നെ ഈ കാലനേമി പറഞ്ഞു, എടേ അങ്ങനല്ല, ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അത്ര മോശക്കാരനാണെന്ന് എൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഈ പിന്തിരിപ്പിക്കാൻ ആവോളം ശ്രമിച്ചു. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വിഷയം തോന്നുന്ന ഒരു ആസക്തി കൊണ്ടാണ്. ശബ്ദ, സ്പർശ, രൂപ, രസങ്ങൾ, ആ കാര്യങ്ങളോടുള്ള നമ്മുടെ ആസക്തി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ സാധിക്കണം എന്ന് തോന്നുന്നത്, നേട്ടം എനിക്കുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം സാന്നിധ്യം ഉണ്ടാവും. ആ കണ്ണ്, നാക്ക്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ അടക്കാൻ കഴിയണം. അതായത് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയണം. യഥാ സംഹരതേ ചായം കൂർമ്മോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥ്യേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത എന്ന് പറയും. ഇത് ഭഗവത്ഗീതയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ആമയുടെ അടുത്ത് നമ്മൾ ആമ ഇങ്ങനെ സഞ്ചരിക്കുക, ചെറുതായിട്ട് നടന്നു പോകുന്നു. നമ്മൾ അടുത്തോട്ട് എന്നാൽ ഈ ആമ എന്താ ചെയ്യുക? കൈ കാലുമൊക്കെ അകത്തോടിങ്ങി പിടിക്കും. ഒരു പാറക്കല്ലിൽ കിടക്കുന്നതിലൂടെ കിടക്കും, അനങ്ങില്ല. ആരുടെയും ഒരു പ്രസൻസ് ഇല്ല, ഒരു സാന്നിധ്യമില്ല എന്ന് തോന്നുമ്പോഴേ ഈ ആമ ഈ തൻ്റെ അംഗങ്ങൾ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നടന്നു പോവുകയുള്ളൂ, സഞ്ചരിക്കുകയുള്ളൂ. എപ്രകാരമാണോ ആമ അതിൻ്റെ ഈ അവയവങ്ങളെ അകത്തേക്ക് പിടിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം നിരോധിച്ചു വയ്ക്കുന്നത്, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചു വയ്ക്കുന്നത്, അതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനോ നിരോധിക്കാനോ കഴിയണം എന്നാണ്. അങ്ങനെ ചെയ്തിട്ട് എന്ത് വേണം? എന്നിട്ട് ഈ ശക്തികളെ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കാൻ പഠിക്കണം. അപ്പോൾ മാത്രമേ ശരിയായ സന്യസ്തമായ മനോഭാവം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള സകല വസ്തുക്കളും കൂടിച്ചേർന്ന ഈ പ്രകൃതിയുടെ ഭാവമാണത്. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ അറിവിന് വിഷയമായ സകല വസ്തുക്കളും പ്രകൃതിയും പ്രകൃതിയെ അറിയുന്ന ബോധം ആത്മാവുമാണെന്നാണ് പറയുന്നത്. പ്രകൃതിയെ തന്നെയാണ് നമ്മൾ മായ എന്നൊക്കെ വിളിക്കുന്നത്. പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, നാശം ഇവയ്ക്ക് കാരണം പ്രകൃതിയാണ്. ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ ഒരു പ്ലാവായിട്ട് വളരും. എന്നെങ്കിലും ഒരു കാലത്ത് ആ പ്ലാവ് നശിക്കും, അല്ലേ? എന്നും ആ പ്ലാവ് അതുപോലെ നിൽക്കുകയില്ല. അതിനുകൊണ്ട് ഈ ജനനവും വളർച്ചയും പിന്നെ നാശവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകൃതി, അതെല്ലാം പ്രകൃതിയാണ്. സാത്വികന്മാരെന്നും രാജസന്മാരെന്നും താമസന്മാരെന്നും ഈ പ്രജകളെ സൃഷ്ടിക്കുന്നതും ഈ 3 തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതും ഈ പ്രകൃതിയാണ്. അത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ളത്. ഇത് ഒരുപാട് ഇടത്തും ഇത് ആവർത്തിക്കുക ചെയ്യുന്നത്. കാരണം എങ്ങനെയെങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് എഴുത്തച്ഛനത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അധ്യാത്മരാമായണകാരൻ പറഞ്ഞിട്ടുള്ളത്. വെറുതെ പറഞ്ഞതല്ല. മാത്രമല്ല വ്യാസനാണല്ലോ ഇത് എഴുതുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, അധ്യാത്മരാമായണം മൂലം എഴുതിയ വ്യാസനാണ്. അപ്പോൾ വ്യാസൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ഉത്തരമീമാംസ എന്ന് പറഞ്ഞ സിദ്ധാന്തം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേദാന്തം എന്ന് പറയുന്നത്. അതാ ശങ്കരാചാര്യ സ്വാമികൾ വിശിഷ്ടാദ്വൈതം എന്ന പേരിൽ പ്രചരിപ്പിച്ചത്.
അപ്പോൾ അത് എങ്ങനെയും ചെല്ലട്ടെ എന്ന് കരുതിയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെയും പിന്നെയും പ്രകൃതി, പുരുഷൻ, പിന്നെ ലിംഗശരീരം, അല്ലെങ്കിൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇന്ദ്രിയങ്ങളെ അടക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ തവണ ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇങ്ങനെ കുറേ ഉപദേശങ്ങളാണ് ഈ കാലനേമി രാവണൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. എപ്പോഴാണ് വയ്ക്കുന്നത്? യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ യുദ്ധരംഗത്ത് നിന്ന് ഓടി വന്ന ഒരു പോരാളി രാവണൻ, അയാൾ പറയുക എനിക്ക് ക്ഷീണമൊക്കെ പറ്റി, അതുകൊണ്ട് ഇപ്പം ഞാനൊരു ആയുധം പ്രയോഗിച്ച് ആ ശത്രുവിനെ ഒരുത്തനെ കൊന്നിട്ടിരിക്കുക, മൃതസഞ്ജീവനിക്ക് പോകാൻ ഒരുത്തം തയ്യാറാകുന്നു. അയാളിപ്പം മൃതസഞ്ജീവനി കൊണ്ടുവന്ന് അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പൂർവാധികം ശക്തിയോടുകൂടി എന്നോട് ഏറ്റെടുക്കും. അതിന് നീ എന്നെ സഹായിക്കണം. നീ ഇപ്പോൾ പോയി ആ മരുന്ന് കൊണ്ടുവരാൻ ഹനുമാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അല്പം താമസം എടുക്കണം. ഒരു 3-4 നാഴികയ്ക്ക് 1.5 മണിക്കൂറിനകം മരുന്ന് കിട്ടിയാലേ വെക്കൂ. അത് കിട്ടാൻ നീ സമ്മതിക്കരുത്. അത് നീ ചെയ്യേണ്ടത്. അപ്പോൾ യുദ്ധോദ്വേഗമുള്ള ഒരു പോരാളിയുടെ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹായിയെ ആവശ്യപ്പെട്ട് അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അയാൾ കുറേ വേദാന്ത തത്വങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇയാൾക്ക് പിടിക്കുമോ? നമുക്കന്നേ പിടിക്കുമോ? പിന്നെ രാവണന് പിടിക്കുന്നത് നോക്കൂ. നമുക്ക് പോലും അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നമ്മുടെ ആപത്ഘട്ടത്തിലാണെങ്കിൽ പറയുക, വളരെ അത്യാവശ്യമുള്ള സന്ദർഭം നമ്മൾ പറയാം, അപ്പം നീ അവിടെ ഇരിക്കുന്ന ചായ കുടിച്ചിട്ട് അവിടെ ഇരി എന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് ചായ കുടിക്കാൻ നേരമില്ല, എനിക്ക് തരാമോ, ഇതാ ഞാൻ പോട്ടെ എന്ന് പറയുക. നീ തരാമെന്ന് പറഞ്ഞാൽ ഇതാ എടാ നീ സമാധാനപ്പെട്ട് നീ അവിടെ ഇരി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? അത് ഇങ്ങനൊരു അന്തരീക്ഷമാണ് അവിടെ. അങ്ങനൊരു സന്ദിഗ്ധ ഘട്ടമാണ് രാവണനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രാവണൻ കോപിക്കും, ഉറപ്പായിട്ട് കോപിക്കും. ഇതുപോലൊരു സന്ദർഭം നമ്മൾ ഭഗവത്ഗീതയുടെ കാര്യത്തും കാണുന്നുണ്ട്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. യുദ്ധം നടക്കുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ ഉത്സവ മാമക പാണ്ഡവശ്ചൈവ കിം അക്രൂത സഞ്ജയ എന്ന് സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എൻ്റെ മക്കളായ ധർത്തരാഷ്ട്രന്മാരായ ഈ കൗരവന്മാരും ആ പാണ്ഡുവിൻ്റെ മക്കളും പറയുന്നത്, ആ പാണ്ഡുവിൻ്റെ മക്കളും എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യുന്ന പറയുന്നത് യുദ്ധം ചെയ്യുന്നല്ലേ. ആ യുദ്ധരംഗത്തേക്കാണ് ഈ പിന്നെ അർജുനനും കൃഷ്ണനും കൂടെ വരുന്നത്. കൃഷ്ണൻ അവിടെ ഡ്രൈവറാണ്. ആ ഡ്രൈവറായിട്ട് വന്നിട്ട് വരിക, രഥം ഓടിച്ചുകൊണ്ട് വരിക. അതിനകത്ത് യാത്രക്കാരനായിട്ടിരിക്കുകയാണല്ലോ ഈ അർജുനൻ ഇരുന്നും കൊണ്ട് പറയുക, രഥം സ്ഥാപയമ്മേ അച്യുത എന്നാണ് പറയുന്നത്. സേനയോ രൂപയോർ മധ്യേ രഥം സ്ഥാപയമ്മേ അച്യുത എന്ന് പറയും. ഈ 2 സേനയുടെ മധ്യത്തിൽ ഈ രഥം നിർത്ത് പിന്നെ ഭഗവാനെ എന്നാണ് പറയുന്നത്. അച്യുതൻ ച്യുതി ഇല്ലാത്തവൻ. ച്യുതി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവനാണ് അച്യുതൻ. അച്യുതനല്ല അച്യുതൻ, അച്യ എന്ന് പറയും. അച്യുതനാണ്, ച്യുതി ഇല്ലാത്തവൻ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിലനിർത്തി കൊടുത്തു. അപ്പോൾ ഈ കുറേ സംശയങ്ങൾ, 22 സംശയങ്ങളാണ്. ആ 22 സംശയങ്ങൾക്ക് കൃഷ്ണൻ മറുപടി പറയാം. എവിടെ ആ യുദ്ധരംഗത്ത് അമ്പയക്കേണ്ട സമയമാണ്. ഈ സന്ദർഭം ശരിയായോ? 2 ദിവസത്തിന് മുമ്പ് ഉപദേശം നടത്തിക്കൂടായിരുന്നു? എന്താ യുദ്ധരംഗത്ത് വെച്ച് തന്നെ ഉപദേശം നടത്താനുള്ള കാര്യം? ന്യായമായും തോന്നുന്ന സംശയമല്ലേ? അതിനൊക്കെ ഉത്തരങ്ങളുണ്ട് കേട്ടോ. വളരെ വിശാലമായ നിലയിലുള്ള ഉത്തരങ്ങൾ അതിനകത്തുണ്ട്. വളരെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയാത്തുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ, നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ രാവണൻ കാലനേമിയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അയാളെ പിന്തിരിപ്പിക്കാൻ ആവും മട്ടിലൊക്കെ നോക്കി, നടന്നില്ല. അവസാനം കൊല്ലും എന്നുള്ള ഒരവസ്ഥ എത്തിയപ്പോൾ വിഷ്ണുവിൻ്റെ രൂപമൊക്കെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലുമെന്നൊരവസ്ഥ വന്നപ്പോൾ കാലനേമി സന്യാസിയായിട്ട് വന്ന് പിന്നെ താഴെ വന്നു. ഈ ഹനുമാൻ പോകുന്ന മാർഗത്തിൽ തന്നെ ഒരു ആശ്രമം കിട്ടി അവിടെ നിന്നു. കാലനേമിയുടെ അമൃതതുല്യമായ ഉപദേശം ഒന്നും രാവണന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നെയ്യൊഴിച്ച അഗ്നിയെ പോലെ കോപം തിളയ്ക്കുക ചെയ്ത്. അഗ്നി കുറേ കൂടെ ആളി കത്തുമല്ലോ നെയ്യൊഴിച്ചാലേ, എണ്ണ ഒഴിച്ചാലേ. സാധാരണ പോലെയല്ല, അങ്ങനെ ആളി കത്തുന്നത് പോലെ ജ്വലിച്ചവനായിട്ട് രാവണൻ പറഞ്ഞു, എൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ ഒരുക്കമില്ലാതെ നിന്നെ കൊന്നിട്ട് വേറെ കാര്യം. നീ ശത്രുക്കളിൽ നിന്ന് സമ്മാനം സ്വീകരിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ദാസനായിട്ട് സംസാരിക്കുന്നല്ലേ ചോദിച്ചു. കാലനേമി മറുപടി പറഞ്ഞു, രാജാവേ, അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോയി അങ്ങ് പറയുന്ന പോലെ ചെയ്യുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കാലനേമി ആകാശത്തിലൂടെ മിന്നലിൻ്റെ വേഗത്തിൽ, വളരെ വേഗം വേണമല്ലോ, രാവണനെ പേടിയാ, മിന്നലിൻ്റെ വേഗത്തിൽ ദ്രോണപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. ഹിമവാന്റെ സമീപത്തെത്തി മായ കൊണ്ടൊരു ആശ്രമം കെട്ടി മുന്നയുടെ വേഷം ധരിച്ച് ശിഷ്യന്മാരോടൊന്നിച്ച് അവിടെ വസിച്ചു. ഹനുമാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങനെ ഇയാളെ കാത്തിരുന്നു. ഹനുമാനെ കാത്തങ്ങനെ ഇരുന്നു.
എടാ മുമ്പ് ഞാൻ ഇതുവഴി വന്നപ്പോൾ സമയത്ത് ഇവിടെ ഈ ആശ്രമം ഇല്ലായിരുന്നല്ലോ എന്ന് ഹനുമാന് തോന്നി. ഇപ്പം എങ്ങനെ വന്നേ? പുതുതായിട്ട് ആരെങ്കിലും സന്യസിക്കാൻ വന്നതായിരിക്കും എന്ന് ഈ ഹനുമാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ ആശ്രമം വഴിതെറ്റിയതാണെന്നും കൂടെ സംശയിച്ചു. എന്നാലും നമുക്ക് പോകാം എന്ന് വിചാരിച്ച് കുടിക്കാൻ ആഗ്രഹം ഉണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എന്തിരിച്ച് വെള്ളം വല്ല തന്നാൽ. അപ്പോൾ നിനക്ക് എൻ്റെ കമണ്ടിലെ വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞ് പാത്രം കാണിച്ചു കൊടുക്കും. ഇവിടെ ധാരാളം കിഴങ്ങുകളും ഒക്കെ ഉണ്ട്, എല്ലാം കഴിച്ചിട്ടൊക്കെ വിശ്രമിച്ചിട്ടൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞു. കമണ്ടിലെ വെള്ളം കൊണ്ട് ദാഹം മാറില്ല, അതിന് വിശാലമായൊരു ജലാശയം കാണിച്ചു തരാൻ പറഞ്ഞു. അവ പറഞ്ഞ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയാം ഇത് കാണിച്ചു കൊടുന്ന് പറഞ്ഞു. അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് കാലദേവി മായ കൊണ്ടൊരു ബ്രഹ്മചാരിയെ സൃഷ്ടിച്ച് അവനോട് ആജ്ഞാപിച്ചു, വത്സ ഹനുമാന് വിശാലമായ സരസ് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അനന്തരം ഹനുമാൻ പോയി അവിടെ ചെന്ന് സരസിലിറങ്ങി കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിക്കണം, എന്നിട്ട് വേഗം മടങ്ങി വരണം. ഔഷധികൾ കാണാൻ കഴിയുന്ന ഒരു ദിവ്യ മന്ത്രം എൻ്റെ കയ്യിലുണ്ടാകുന്ന ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാമെന്നായി. അത് സംബന്ധിച്ച് ഈ ബ്രഹ്മചാരി കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ പോയി അവിടെ ചെന്ന് ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ മത്സ്യം വന്ന് ഹനുമാൻ്റെ കാലിൽ പിടികൂടി. അതൊരു വിദ്യാധരനായിരുന്നു. വിദ്യാധരൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഹനുമാൻ്റെ കാലെ പിടിച്ച് ഉടനെ ഹനുമാൻ കണ്ണു തുറന്നു പോയി. കണ്ണ് അടച്ചുകൊണ്ട് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ കണ്ണു തുറന്നു. മത്സ്യത്തിൻ്റെ വായ പിടിച്ചത് രണ്ടായി പിളർന്നു ദേഷ്യം കൊണ്ട്. ഒറ്റ കീറി വെച്ച് രണ്ട് വായ പിടിച്ചകത്തി, ഇങ്ങനെ പിടിച്ചകത്തി മീനിനെ കീറിയപ്പോൾ അതിൽ നിന്ന് ഒരു വിദ്യാധരനാണ്, പക്ഷേ അയാൾ സ്ത്രീ വേഷത്തിലാണ് വന്നത്. സ്ത്രീയായിട്ട് ദേവസ്ത്രീയായി രൂപപ്പെട്ടു. അവൾ ഹനുമാനോട് പറഞ്ഞു, കവീശ്വര ഹനുമാനെ, നിനക്ക് മണ്ടത്തരം പറ്റിയിരിക്കുന്നു, നിന്നെ ചതിച്ചതാണ് ഈ കാലനേമി എന്ന് പറയുന്ന ഒരു രാക്ഷസനാണത്. ആ രാക്ഷസൻ നിന്നെ ചതിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് നീ അയാളെ കൊന്നിട്ട് നീ നേരെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാലനേമി പറഞ്ഞു, ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ഗുരുദക്ഷിണ തന്നിട്ട് ഇപ്പോൾ ഞാൻ മന്ത്രദീക്ഷ തരും, അതായത് മരുന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം പറഞ്ഞാലും ഗുരുദക്ഷിണ തരണം, എന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാളോട് ചെന്നിട്ട് ഗുരുദക്ഷിണയ്ക്ക് പകരം ഇയാളെ തല ഒറ്റ ഇടി കൊടുത്തു. എന്നിട്ട് മാറിൽ ഒരു ഇടി കൊടുത്തു. അയാൾ അപ്പോഴേ സിദ്ധി കൂടി, അയാൾ ചത്തുപോയി. മുഷ്ടി ചുരുട്ടി രാക്ഷസൻ്റെ ഊക്കോടെ ഇടിച്ചു, അതോടെ തല തകർന്ന് കാലനേമി ചത്തുപോയി. ഹനുമാൻ വളരെ വേഗത്തിൽ ദ്രോണപുരത്ത് ഒന്ന് മരുന്ന് കൊണ്ടുവന്നു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, രാവണ നിൽക്കുക, നീ എന്നെ ഇടിച്ചിട്ടല്ലേ, നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ എഴുന്നേറ്റു. രാമൻ ലക്ഷ്മണൻ്റെ ശിരസിൽ വളരെ വാത്സല്യത്തോടെ തലോടിച്ചിട്ട് പറഞ്ഞു, ഹനുമാനോട് പറഞ്ഞു, ലക്ഷ്മണ തടവിക്കൊണ്ട് തന്നെ ഹനുമാനോട് പറഞ്ഞു, അങ്ങയുടെ ശക്തി ഉള്ളത് കൊണ്ടാണ്, അങ്ങയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, അങ്ങയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ലക്ഷ്മണൻ്റെ ബോധം തെളിഞ്ഞത്, അല്ലെങ്കിൽ ലക്ഷ്മണൻ മരിച്ചു പോയി, എനിക്ക് കാണാൻ പറ്റാതെ പോയേനെ. ഇങ്ങനെ പറഞ്ഞ ശേഷം വിഭീഷണൻ്റെ അഭിപ്രായമനുസരിച്ച് രാമൻ സുഗ്രീവനോടും വാനരന്മാരോടും ഒന്നിച്ച് യുദ്ധത്തിന് തയ്യാറായി. അവർ കുറേ കല്ലും മരവും ഒക്കെ പിഴുതെടുത്തു, കയ്യിലുള്ള ആയുധങ്ങൾ കൂടാതെ എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയി. രാമനോട് തോറ്റ് മടങ്ങിയതോടെ വല്ലാതെ വ്യസനിച്ചു. കാലനേമിയും കൊല്ലപ്പെട്ടു, താനയച്ച കാലനേമി കൊല്ലപ്പെട്ടു. ലക്ഷ്മണൻ ജീവിച്ചെഴുന്നേറ്റു, വാനരന്മാരെല്ലാം എഴുന്നേറ്റ് വന്നു. എടാ, ചെയ്ത് ജോലിയെല്ലാം വെറുതെ ആയിപ്പോയല്ലോ, വെള്ളത്തിൽ വരച്ച വരെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ആയിപ്പോയി. ഫലം യാതൊരു ഫലമില്ല, ചുമ്മാ യുദ്ധം ചെയ്തു, അവരെല്ലാം തിരിച്ച് അതുപോലെ വരികയും ചെയ്തു. അപ്പോൾ സിംഹാസനത്തിൽ ഇരുന്നോട് രാക്ഷസന്മാരോട് പറഞ്ഞു, മനുഷ്യനാലാണ് ഞാൻ മരിക്കുമെന്ന് പിതാമഹൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിതാമഹൻ പറഞ്ഞാൽ ബ്രഹ്മാവാണ്. തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേദസം, നമ്മൾ നേരത്തെ കേട്ടതാണ് അല്ലേ, ഞാൻ പറഞ്ഞതാണ്. ബ്രഹ്മാവിൻ്റെ വരമാണ് തേതു തീവ്രേണ തപസ, അവനാകട്ടെ വർദ്ധിച്ച തപസ് കൊണ്ട് വേദസം പ്രത്യക്ഷീകൃത്യ, വേദാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വവ്രലേജ വരാനിഷ്ടാൻ തസ്മാത് ആശ്രിത വത്സലാത്, ആശ്രിത വത്സലനായ അദ്ദേഹത്തിൽ നിന്ന് വരം വാങ്ങിച്ചു. എന്താ വരം വാങ്ങിച്ചത്? മാനുഷാത് അന്യയിൽ അവധ്യത്വം തഥാത്മന, അതാ വരം. മനുഷ്യരല്ലാതെ വേറെ ആരും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് വരം വാങ്ങിച്ചു. അത് നമ്മൾ കേട്ടതാണ് നേരത്തെ. ശ്രീരാമോദന്തത്തിൽ അങ്ങനെ പറയുന്നു. മാനുഷാത് അന്യേഹി അവധ്യത്വം തഥാത്മന എന്നാണ് വരം വാങ്ങിയത്. അപ്പോൾ അത് ഈ രാവണൻ ഇപ്പോൾ ഓർമ്മിക്കുക. അപ്പോൾ പിതാമഹൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ മനുഷ്യരാരും എന്നെ കൊല്ലാൻ ശക്തരല്ല. മനുഷ്യരും കീടങ്ങളാണ്, ദുർബലന്മാരാണ്. അവരെ ഞാനൊന്ന് എൻ്റെ ശ്വാസോച്ഛ്വാസമായിട്ട് മതി, അവന്മാർ വീണ് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരൊന്നും അല്ല ഇത്. സാക്ഷാൽ നാരായണൻ തന്നെ, വിഷ്ണുദേവൻ തന്നെ ദശരഥപുത്രനായിട്ട് രാമനെന്ന പേരിൽ അവതരിച്ച് എന്നെ കൊല്ലാൻ വന്നിരിക്കുക.
സൂര്യവംശ രാജാവായ അനരണ്യൻ പണ്ടെന്നെ ശപിച്ചിരുന്നു. അനരണ്യൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അയാൾ എന്നെ ശപിച്ചിരുന്നു. രാക്ഷസ രാജാവേ, പരമാത്മാവായ ഭഗവാൻ സാക്ഷാൽ നാരായണൻ എൻ്റെ വംശത്തിൽ ജനിക്കും. നീ നിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്താൽ കൊല്ലപ്പെടും എന്നൊരു ശാപം എനിക്ക് പണ്ട് കിട്ടിയിരുന്നു. രാവണൻ ഓർക്കുകയാണല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 18 ശാപങ്ങളാണ് രാവണന് കിട്ടിയത്. 18 ശാപങ്ങളാണ്. ഇതെല്ലാം കൂടെ തലയിൽ പേറിക്കൊണ്ടാണ് ഇയാൾ നടക്കുന്നത്. ഈ ശാപങ്ങളെല്ലാം കൂടെ ഇതവിടെ കൊണ്ട് തീർക്കും. ഒരു പരിഹാരവും ഇല്ലാത്ത ശാപങ്ങളാണ്. ഇതെല്ലാം അനുഭവിച്ചു നോക്കൂ. പക്ഷേ രാവണൻ്റെ പിന്നെ ഈ താമസ പ്രകൃതി അതിനെല്ലാം അതിജീവിച്ച് കൊണ്ടുവരിക. പക്ഷേ ഒരു നാൾ ഇതെല്ലാം പോവില്ലേ? എത്ര അധർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാലും അധർമ്മങ്ങളുടെ എല്ലാം ശിക്ഷ എന്നെങ്കിലും ഒരു കാലത്ത് നമുക്കുണ്ടാവും. നമ്മൾ സാധാരണ പറയുകയും ചെയ്യും, അവൻ എന്താ കൊലപാതകങ്ങൾ ചെയ്താ എന്നെങ്കിലും അവൻ ഇത് അനുഭവിക്കാതിരിക്കത്തില്ല, അനുഭവിക്കാതെ ചാവത്തില്ല. അത് നമ്മൾ പറയാറില്ല ആളുകളെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ബോധമുണ്ട്, എപ്പോഴും ഉണ്ട് ഈ ബോധം. നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് പാപങ്ങൾ കടന്നുകൂടുന്നത്, എങ്ങനെയാണ് അധർമ്മങ്ങൾ കടന്നെത്തുന്നത്, ദുരാചാരങ്ങളും ദുഷ്പ്രവണതകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് എപ്പോഴും നമുക്ക് ബോധമുണ്ട്. മറ്റാളുകളുടെയും നമ്മുടെയും എല്ലാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. തിരിഞ്ഞൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വിചാരിക്കും, എടാ അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ, അയ്യോ കഷ്ടമായിപ്പോയി, പിന്നെ പറയാം എന്തായാലും സംഭവിച്ചില്ലേ. ഇങ്ങനെയാണ് നമ്മൾ. ചിലരുണ്ട് അതേക്കുറിച്ച് ബോധ്യമുള്ളവരെ അല്ല, എന്തെങ്കിലും വരട്ടെ, എന്തായാലും ജനിച്ചില്ലേ, അനുഭവിക്കാൻ തയ്യാറാണ്. എന്തുവന്നാൽ ഞാൻ അനുഭവിക്കും എന്നൊരു ഗമയെ പറയും. പക്ഷെ നേരിട്ട് ഈ അനുഭവമായി വരുമ്പോഴാണ് അതിജീവിക്കാൻ കഴിയാതെ വിഷമിക്കുന്നത്. ഞാൻ എല്ലാം സഹിച്ചോളും, ഞാൻ എല്ലാം അതിജീവിച്ചോളയും എന്നൊക്കെ വീമ്പിളക്കുന്നവന്മാർ ഇത് നേരിട്ട് അനുഭവവേദ്യമാകുമ്പോഴാണ് അയ്യോ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണം, എവിടെന്നെങ്കിലും ഒരു സഹായം വേണം എന്ന് വരുന്നത്. എന്തായാലും ശരി, ഇങ്ങനൊരു ശാപം ഉണ്ടായി. എന്നെ കൊല്ലാനായിട്ട് രാമൻ എന്ന പേരിൽ വന്നിരിക്കുന്നത് അന്ന് പറഞ്ഞ ആളാണ്, സാക്ഷാത് നാരായണൻ തന്നെയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇനി കുംഭകർണനെ ഉള്ളു ഒരു ശരണം. കുംഭകർണനെ വിളിക്കാം. അവൻ ഭയങ്കര ഉറക്കമാണ് താനും, ഭയങ്കര ഉറക്കമാണ്. ചേട്ടനോട് എന്ന് പറഞ്ഞാൽ, ചേട്ടാ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, എനിക്ക് വേറെ കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല, എനിക്ക് കിടക്കാൻ പ്രത്യേക ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ രാവണനൊരു ഗംഭീരമായ ഒരു ഗുഹ പണിഞ്ഞു. അതിനകത്ത് മരതങ്ങൾ, ഇന്ദ്രനീലം, വൈഡൂര്യം എല്ലാം രത്നങ്ങളൊക്കെ പതിച്ച് നല്ല, നമ്മൾ ഇന്നത്തെ പറയുന്ന പോലെ AC നമ്മൾ പറയുമല്ലോ, ആ AC-യേക്കാളും ഗംഭീരമായിട്ട് ഉണ്ടാക്കിയ നല്ലൊരു ഗുഹയും അവനനുബന്ധിച്ചുള്ള വലിയൊരു കൊട്ടാരം പോലും ഒരു മാളികയൊക്കെ പണിഞ്ഞു കൊടുത്തു. അതിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നേ ഈ കുംഭകർണൻ. 6 മാസം ഉറക്കമാണ്. എന്താ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വർണ്ണിതജന. ബ്രഹ്മാവിനോട് ഇയാൾ പറഞ്ഞത് അങ്ങനെയാണ്. എന്താ നിർദേവത്വം വേണം, ദേവന്മാരെ അതിശയിക്കുന്ന തരത്തിലുള്ള ശക്തി എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇയാളുടെ നാവിൻ തുമ്പിൽ സരസ്വതി ദേവി വന്നിരുന്നുകൊണ്ട്, ഈ വാഗ്ദേവതയായ സരസ്വതി ദേവി വന്നിരുന്നുകൊണ്ട് അക്ഷരം ഒന്ന് തെറ്റിച്ച് കളഞ്ഞു. തെറ്റിച്ചത് നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്നായി. തഥാസ്തു, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഈ 6 മാസം ഉറക്കം എന്നുള്ള ഒരു കാര്യത്തിലെത്തിയത്. 6 മാസം ഉണർന്നിരിക്കുക, 6 മാസം ഉറങ്ങിയിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ രാവണൻ ഈ തൊല്ലിയൊക്കെ പിടഞ്ഞ സമയത്ത് ഈ കുംഭകർണൻ ഉറക്കത്തിലായിരുന്നു. 6 മാസത്തെ ഉറക്കത്തിന് എൻ്റെ പകുതിയോളം ആവുന്നതേ ഉള്ളൂ. അതിഗാഠമായ നിദ്രയാണ്. ഈ അതിഗാഠമായ നിദ്ര ഉള്ള ജീവികൾക്കൊക്കെ അങ്ങനെയാണ്, അസാധ്യമായ ശക്തിയാണ് ഉണർന്ന് എഴുന്നേറ്റ. പിന്നെ ഇപ്പോൾ അണലിപ്പാമ്പ് കുമാരനാശാൻ തന്നെ ചിന്താവിഷ്ടയായ സീതയിൽ പറയും, പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പ് കണക്കെ നിദ്രയായി എന്ന് പറയും. അങ്ങനെ ശ്ലോകമുണ്ട്. സീതയെ രാമൻ ഉപേക്ഷിച്ച്, ആ കഥ നിങ്ങൾക്ക് അറിയാവും, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവ ഉപേക്ഷിച്ച് കഴിഞ്ഞ കാട്ടിൽ പോയി ഇങ്ങനെ വസിക്കുക ഗർഭിണിയായ സീത. അപ്പോൾ ആ സീത ചിന്തിക്കുന്നതായിട്ട് ഈ ഒരു ഭാഗം സ്വയം ഉണ്ടാക്കിയെടുത്ത് കുമാരനാശാൻ ഒരു കാവ്യം എഴുതുക. 171 പദ്യങ്ങളിൽ ഉണ്ടാക്കിയ കൃതിയായി ചിന്താവിഷ്ടയായ സീത. അതിനകത്ത് ഒരു സ്റ്റാൻസ്, ഒരു ശ്ലോകത്തിൻ്റെ ഭാഗം ഇതാ: പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പ് കണക്കെതിരെയായി. ഇനി ഒരിക്കൽ ഈ ഉപേക്ഷിച്ച രാമൻ പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് രാമനോട് ഇഷ്ടം തോന്നുമോ എന്ന് സ്വയം ഒരു വിമർശനം നടത്തുക, ആത്മവിമർശനം നടത്തുകയാണ് സീത. അപ്പോൾ അതേതുപോലെ ആയിരിക്കും തൻ്റെ പ്രണയമെന്ന് പറയുക. അണലിപ്പാമ്പ് നിദ്ര ചെയ്യുന്നത് പോലെയാണ് എൻ്റെ പ്രണയമെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? എന്തൊരാശയമാണെന്നറിയാമോ? അണലിപ്പാമ്പ് നിദ്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? സാധാരണ എല്ലാ ജീവികളും നിദ്ര കൊള്ളുന്നത് പോലെ, ഉറങ്ങുന്നത് പോലെ അല്ല ഈ അണലിപ്പാമ്പ് നിദ്ര കൊള്ളുന്നത്. അത് വട്ടത്തിൽ ഇങ്ങനെ വളഞ്ഞിരിക്കും, ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കും. ഇരുന്നിട്ട് 3-4 ചുറ്റ് കാണും.
ആ ചുറ്റിനകത്തേക്ക് ആ ഓരോ കനവുള്ള ചുറ്റിൻ്റെ നടുഭാഗം വരുന്ന ആ ഭാഗത്ത് വണ്ണക്കൂടലാണ് ഈ പാമ്പ് കണ്ടിട്ടുണ്ടാവും. ബാല്യഭാഗം നീണ്ടും തലയുടെ ഭാഗം ചെറുതായിട്ടിരിക്കും, നടുഭാഗം വലിയ വണ്ണമാണ്. അത് ചുറ്റിയിരിക്കുമ്പോൾ ആ തല കൊണ്ടുവന്ന് ഈ ചുറ്റിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ചിട്ട് അത് വട്ടം തിരിഞ്ഞാൽ പറയണം. മഴ പെയ്ത് വെള്ളം അതിനകത്ത് വീണ വെള്ളം കെട്ടി നിൽക്കത്തേ ഉള്ളൂ, വെള്ളം പുറത്ത് പോകത്തില്ല. ആ രീതിയിൽ അതിൻ്റെ തിക്കായിട്ടാണ് അവിടെ ഇടുങ്ങിയ രീതിയിലാണ് അത് ചുറ്റി വെക്കുന്നത്. അതിൻ്റെ ഇടയിലായി തല കയറ്റി വയ്ക്കുന്നത്. അങ്ങനെ ഇത് നിദ്ര കൊള്ളുന്നത്, ഉറങ്ങുന്നത്. സാധാരണ ഇതിൽ തട്ടോ തൊഴിയോ ഒന്നും കൊണ്ടാലൊന്നും ഒരു സ്ഥലത്തിലും അത് അനങ്ങത്തില്ല, എഴുന്നേക്കത്തില്ല. എങ്ങനെങ്കിലും ആ വലിയ ആഘാതമുണ്ട് അതിനെ ഒന്ന് ഉണർത്തിയെടുത്താൽ അത് വാലിൽ അങ്ങോട്ട് പൊങ്ങി ഒരൊറ്റ കുതിപ്പ. 100% വിഷം മറ്റാളുകളുടെ ശരീരത്തേക്ക് സംക്രമിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദംശനമാണ് ആ സർപ്പത്തിൻ്റെ അണലി. അതാ അങ്ങനെയുള്ള ശക്തിയോടെ വിഷം വമിപ്പിക്കുന്ന ജീവിയാണ് അണലി. അതാ സീത അവിടെ പറയുന്നത് അണലിപ്പാമ്പ് കണക്കിന് എതിരായി കിടക്കുമെന്ന്, ഉണർത്തിയാൽ വലിയ ശല്യമെന്നാണ് എൻ്റെ അർത്ഥം. വ്യാഖ്യാനം ഒരുപാടുണ്ട്. പണ്ട് ഞാൻ ബി എക്ക് MAയ്ക്കും പഠിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകം. BAയ്ക്കും കുറേ വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, 8 വർഷത്തോളം MAയ്ക്കും പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു പുസ്തകം തന്നെ കോളേജിൽ. അപ്പോൾ അങ്ങനെ കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുംഭകർണന് ഇങ്ങനെ 6 മാസം നിദ്രയാണ്. അപ്പോൾ ഇയാളെ ഉണർത്തണമല്ലോ. ആന വരെ കൊണ്ടുവന്ന് വലിച്ചിട്ടാണ് ഈ കുംഭകർണൻ എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോൾ എന്താടാ എന്നെ ഉണർത്തിയതെന്നും പറഞ്ഞ് വളരെ രൂക്ഷതയോടെ, വളരെ ക്രൗര്യത്തോടെ, ക്രോധത്തോടെ ചാടി എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമ്മി എഴുന്നേറ്റ്. എന്താ എന്നെ ഉണർത്താൻ കാര്യം? അവന് ആരോടാന്ന് പറഞ്ഞിട്ട് അപ്പോഴും കണ്ണ് തുറക്കുന്നില്ല. അപ്പോഴേ ആൾക്കാരിന്ന് ഗതയൊക്കെ വലിച്ചെടുത്തു ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ജ്യേഷ്ഠൻ ദശഗ്രീവൻ, അദ്ദേഹം മഹാരാജാവ്, രാക്ഷസ ചക്രവർത്തി അങ്ങേ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്. എത്രയും വേഗം ചെല്ലണം, വളരെ അത്യാവശ്യമാണ്. എന്താണ് ഇത്ര അത്യാവശ്യം? അയ്യോ അതൊന്നും അറിഞ്ഞൂടാ, രാജാവ് പറഞ്ഞതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പം മനസ്സിൽ ഒരുപക്ഷെ ശവിച്ച് കാണുമായിരിക്കും തൻ്റെ ഉറക്കം പോയാൽ. എന്നാലും വേണ്ടിയില്ലേ, വളരെ വിനയത്തോടെ, ഭക്തിയോടെ, സഹോദര സ്നേഹത്തോടെ, അറിയാനുള്ള കൗതുകത്തോടെ ഈ കുംഭകർണൻ ഈ രാവണൻ്റെ അടുത്തേക്ക് ചെന്നു. ജ്യേഷ്ഠനെ നമസ്കരിച്ച് ഒരു സിംഹാസനത്തിലിരുന്നു. ദയനീയ സ്വരത്തിൽ രാവണൻ അനുജനായ കുംഭകർണനോട് പറഞ്ഞു, കുംഭകർണ, നമുക്ക് വലിയ ആപത്ത് വന്നിരിക്കുന്നു. എൻ്റെ പുത്രന്മാരും മന്ത്രിമാരും ബന്ധുക്കളും എല്ലാം ആ രാമൻ മൂലം കൊല്ലപ്പെടുകയാണ് ചെയ്ത്. മരണം അടുത്ത ഈ സന്ദർഭത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിശക്തനായ രാമൻ സുഗ്രീവനോടും വാനരന്മാരോടും ഒന്നിച്ച് സമുദ്രം കടന്നു വന്ന് നമ്മളെ ഉന്മൂലനാശം വരുത്തുക, വേരോടെ നശിപ്പിച്ച് കളയുകയാണ്. പ്രധാനപ്പെട്ട രാക്ഷസന്മാരെല്ലാം കൊല്ലപ്പെട്ടു. വാനരന്മാരാണ് അവരെല്ലാം കൊല്ലപ്പെട്ടു. വാനരന്മാർക്ക് കാര്യമായ നാശമൊന്നും സംഭവിക്കുന്നുമില്ല. അവർക്ക് എന്തോ ബലമാണ്, എന്തൊരു പരാക്രമം അവന്മാർ കാണിക്കുന്നു. ഞാൻ കുറച്ച് പേരെ കൊന്നു, അവന്മാർ പിന്നെ കൊണ്ട് എഴുന്നേറ്റ് വന്നു. ആ ലക്ഷ്മണനെ ഞാൻ കൊന്നതാണ്, പക്ഷേ അയാളും പിന്നെ എഴുന്നേറ്റ് വന്നു. അത് ഹനുമാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അയാളാണ് ഏറ്റവും വലിയ ശല്യം എന്നൊക്കെ. ഈ അനുജനെ എങ്ങനെ അനുനയിപ്പിക്കാമോ ആ അനുനയത്തിൻ്റെ സ്വഭാവം, ആർദ്രതയുടെ സ്വഭാവം, അനുകമ്പയുടെ സ്വഭാവം, സഹാനുഭൂതി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് നീ എൻ്റെ ശത്രുക്കളെ എല്ലാം എനിക്ക് വേണ്ടി നശിപ്പിക്കണം. നീ മഹാശക്തനാണല്ലോ, വലിയ എന്നെക്കാളും ശക്തി നിനക്കുണ്ട്. അപ്പോൾ മഹാശക്തനായ നീ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയും, അത് എനിക്ക് വേണ്ടി ചെയ്യണം. രാവണൻ്റെ ആവലാതിയെല്ലാം ഇങ്ങനെ കേട്ടപ്പോൾ കുംഭകർണൻ ഉറക്കെ ചിരിച്ചു. രാവണനോട് പറയുകയും ചെയ്തു, മുമ്പ് കാര്യവിചാര സഭയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങ് ഓർക്കുന്നുണ്ടോ? കാര്യവിചാരം നടത്തിയ സഭയിലെ അന്ന് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അങ്ങ് ചെയ്ത ഈ പാപകർമ്മത്തിൻ്റെ ഒരു വലിയ ഫലമുണ്ടല്ലോ, ഇപ്പോൾ അത് അനുഭവിച്ചേ പറ്റൂ. പാപകർമ്മത്തിൻ്റെ ഫലം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ. വാൽമീകി പറഞ്ഞ കാര്യം, അതിൻ്റെ റിപ്പീറ്റേഷനാണ് ശരിക്കും ഈ വരുന്നത്. അത് വളരെ അച്ചട്ടായ കാര്യമാണ്. എല്ലാ കാലത്തെയും മനുഷ്യർക്ക് വേണ്ടി വരുന്ന ഒരു തത്വമായത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്ന ഒരു വേറെ ആരെയും സഹിപ്പിച്ചിട്ട് കാര്യമില്ല. അവനും ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം അവനും അനുഭവിച്ചേ പറ്റൂ. അതൊരു വലിയ ലോകനീതിയാണ്. അത് വാൽമീകി പറഞ്ഞ കാര്യത്തെ എഴുത്തച്ഛൻ വളരെ ലഘുവായ ഭാഷയിൽ പറഞ്ഞു.
നിസ്സാരമായ എളുപ്പം മനസ്സിലാകുന്ന ഒരു കൊച്ചു മലയാള വാക്യം ഉപയോഗിച്ചിട്ട് പറഞ്ഞു, താൻ നിരന്തരം എല്ലായ്പ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം എന്നാണ് അവിടുത്തെ അർത്ഥം. കർമ്മങ്ങൾ അനുഭവിക്കാൻ, നല്ല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന, അവിടെ മീനിങ് ഫുള്ളാണ്. അവിടെ അർത്ഥം അങ്ങനെ ഉണ്ട്. നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചേ പറ്റൂ, വേറെ ആരെയും ഏർപ്പാട് ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ചിടുകന്നേ വരൂ. അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്, രാമൻ സാക്ഷാൽ ശ്രീനാരായണനാണ്, സീത യോഗമായ ദേവിയാണ്. എന്നിട്ടും അങ്ങ് അത് അന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. യുദ്ധം ചെയ്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പണ്ടൊരിക്കലും ഒരു രാത്രിയിൽ ഹിമാലയത്തിൽ ബദരിയാശ്രമത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു, കുംഭകർണൻ അനുസ്മരിക്കാതെ. അവിടെ വെച്ച് എനിക്ക് നാരദ മഹർഷിയെ കാണാൻ കഴിഞ്ഞു. അങ്ങ് എവിടെ പോകുന്നുവെന്ന് ആ വിനയത്തോടെ ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ദേവന്മാരുടെ ദേവസഭയിൽ ഇങ്ങനെ പോവുകയാണ്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കാര്യാലോചനയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും, ആരുടെ, കുംഭകർണൻ്റെയും രാവണൻ്റെയും ഉപദ്രവം സഹിക്കാതെ ജനങ്ങളെല്ലാവരും, ദേവന്മാരടക്കം മനുഷ്യരടക്കം സർവ്വ ആളുകളും ബുദ്ധിമുട്ടുകയാണ്. അതിന് എന്താണ് ഒരു മാർഗം, പരിഹാരം എന്താണെന്ന് ഇങ്ങനെ അന്വേഷിക്കുക. അതായത് ഇന്നത്തെ ചർച്ചാ വിഷയം. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ദേവദേവനായ ശ്രീമാൻ വിഷ്ണുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, 3 ലോകത്തിനും, അതായത് ഭൂമി, സ്വർഗം, പാതാളം, 3 ലോകത്തിനും ഉപദ്രവകാരിയായിരിക്കുന്ന രാവണനെ അവിടുന്ന് വധിച്ചേ പറ്റൂ, അല്ല ഒരു രക്ഷയില്ല, കൊല്ലണം എന്നായി. പിന്നെ പണ്ട് ഞാനൊരു വരം, ബ്രഹ്മാവ് പറഞ്ഞു, പണ്ട് ഞാനൊരു വരം കൊടുത്ത മുഖാന്തരം ദേവന്മാരോ മറ്റാളുകളോ ഒന്നും അവനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. എങ്ങനെയെങ്കിലും രാവണനെ സംഹരിക്കണം. അങ്ങനെ ആവാം എന്ന് അന്ന് വിഷ്ണുദേവൻ പറഞ്ഞു എന്ന് നാരദൻ എന്നോട് പറഞ്ഞു. ആ രീതിയിൽ ദേവന്മാരെ ആശ്വസിപ്പിച്ചു പോയ ആ വിഷ്ണുദേവനാണ് ദാശരഥി രാമനായിട്ട് ജനിച്ച് വന്നിരിക്കുന്നത്. അദ്ദേഹം നിങ്ങളെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞ് അന്ന് നാരദമുനി പോയതാണ്. അതിനാൽ സനാതനനായ പരബ്രഹ്മമാണ് രാമനെന്ന് അങ്ങ് മനസ്സിലാക്കണം. മായ കൊണ്ട് മനുഷ്യനായി അവതരിച്ച ഭഗവാനിൽ ഭക്തിയാണ് വേണ്ടത്, അവഗണനയല്ല, യുദ്ധമല്ല വേണ്ടത്. ഭഗവാനെ ഭക്തിയോടെ ഭജിക്കുകയാണ് വേണ്ടത്. രഘുത്തമനായ രാമനെ ഭക്തിയോടെ ഭജിക്കുന്നവരോട് അദ്ദേഹം ക്ഷമിക്കുകയും സഹിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അതാണ് വേണ്ടത്. മാത്രമല്ല മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനം പ്രകാശിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന വെളിച്ചം ജ്ഞാനത്തിൻ്റെതായിരിക്കും. അതുകൊണ്ട് നമുക്ക് സുഖമേ ഉണ്ടാവൂ, ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. ദുഃഖ വിനാശനത്തിനാണ് ജ്ഞാനം. എല്ലായ്പ്പോഴും ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിന്, നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ദുഃഖത്തെയും ദുഷ്പ്രവണതകളെയും ദുരാചാരങ്ങളെയും ദുർമാർഗങ്ങളെയും അധർമ്മങ്ങളെയും എല്ലാം തിന്മകളെയും എല്ലാം ഇല്ലാതാക്കുന്നതിന് ജ്ഞാനമാണ് ഏറ്റവും വലിയ ഔഷധം. ജ്ഞാനമെന്ന പ്രകാശം, ജ്ഞാനമെന്ന വിളക്ക് നിറദീപമായി അങ്ങനെ കൊളുത്തി വെച്ചാൽ, ഒരിക്കലും നശിക്കാത്തവണ്ണം കൊളുത്തി വെച്ചാൽ പിന്നെ ഒന്നിനെക്കുറിച്ച് ജ്യേഷ്ഠ ദുഃഖിക്കേണ്ടി വരില്ല എന്നാ പറയുന്നത്. അതിനെല്ലാം വേണ്ടതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയോടുകൂടിയാണ് പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. വെറുതെ പ്രാർത്ഥിക്കാനല്ല, ഭക്തിപൂർവ്വമുള്ള, അതാണ് പ്രശ്രയപൂർവ്വമുള്ള ഭക്തി എന്ന് പറയും. പ്രശ്രയപൂർവ്വമുള്ള, നമുക്ക് ഐശ്വര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന 2 തരത്തിലാണ്. പ്രേയസ്സും ഉണ്ട്, ശ്രേയസ്സും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രേയസ്സിനാണ്, ശ്രേയസ്സിനല്ല. ഇതറിയാതെ ആളുകൾ പറയും എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാവട്ടെ എന്ന്. ശ്രേയസ്സും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, പ്രേയസ് ഉണ്ടാവും. അതായത് ഭൗതിക സുഖാഡംബരങ്ങൾ സാധിച്ചെടുത്ത് സുഖം ലഭിക്കുന്ന തരത്തിൽ എല്ലാത്തിനെയും കൂട്ടിവെച്ച് സമ്പന്നമായ അനുഭവഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിന് പ്രേയസ് എന്നാണ് പറയുക. മറ്റേത് ധ്യാന മനനങ്ങളിലൂടെ, ഭക്തിയിലൂടെ, ആത്മസാഫല്യത്തിൻ്റെ നിലയിൽ സന്യാസവൃത്തിയിലൂടെയും മറ്റു രീതിയിലും ഉണ്ടാക്കുന്ന സുഖ അവസ്ഥയ്ക്കാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഇതറിയാതെയാണ് ആളുകൾ എപ്പോഴും പ്രയോഗിക്കാറുള്ളത്. പ്രേയസ് ആരെങ്കിലും പറയുമോ? എല്ലാവരും ശ്രേയസ് എന്നല്ലേ പറയൂ. എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാവട്ടെ, എല്ലാ ശ്രേയസ് എന്നേ പറയത്തുള്ളൂ. അല്ല, ശ്രേയസ് അല്ല ഉണ്ടാകുന്നത്, പ്രേയസ്സാണ് ഉണ്ടാകുന്നത്. ആ പ്രയോമാർഗമാണ്, ശ്രയോമാർഗമല്ല സാധാരണ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ശരി, അങ്ങനെ മനസ്സ് ശുദ്ധമായി തീർന്നാൽ ജ്ഞാനം പ്രകാശിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭഗവാൻ, ഈ വിഷ്ണു, ഈ നാരായണൻ പല അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠമായ ഒരവതാരമായിട്ടാണ് എല്ലാവരും ഈ രാമാവതാരത്തെ പരിഗണിക്കുന്നത്.
ജ്ഞാനസ്വരൂപനും മംഗളസ്വരൂപനുമാണ് രാമൻ. അദ്ദേഹത്തെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നിരന്തരം ഭജിച്ചുകൊണ്ട് കഴിയുന്നവർ നിഷ്പ്രയാസം ഈ സംസാര സമുദ്രം തന്നെ കടന്ന് പരമഗതിയെ പ്രാപിക്കാൻ അവസരമുണ്ടാവും. അങ്ങനെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമായാൽ ബോധം ശുദ്ധമാവും. ആ ബോധം ശുദ്ധമായാൽ കർമ്മം ശുദ്ധമാവും. കർമ്മം ശുദ്ധമായാൽ അതിൻ്റെ ഫലവും ശുദ്ധമായിരിക്കും. അത് ശുദ്ധമായി ആയാൽ നമുക്ക് നിത്യസുഖമുണ്ടാവും. സുഖമുണ്ടായാൽ അത് ആത്മസാഫല്യത്തിലേക്ക് നയിക്കും. അതാണ് ജ്യേഷ്ഠ വേണ്ടത് എന്ന് ഇത്രയും കാര്യം അറിയാവുന്ന ആളാണ് ഈ കുംഭകർണൻ. നമുക്ക് തോന്നും വെറും രാക്ഷസനാണല്ലോ എന്ന് തോന്നും. അങ്ങനെയല്ല. ഈ ഹിരണ്യകശിപുന് എന്താ ബോധമില്ലേ? അയാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഹിരണ്യകശിപു. പക്ഷേ വിഷ്ണുവിനെ ആക്ഷേപിച്ച ആളാണ്. ആർക്കാ വിദ്യാഭ്യാസം ഇല്ലാത്തത്? ഇവർ ഇത്രയും പഠിച്ച ആളാണോ ഈ ദുർമാർഗ്ഗങ്ങൾ ചെയ്തു തോന്നും. ഭാഗവതത്തിൽ ശിശുപാലന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, ദന്തഭക്തരുടെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. ഇവരും നിരക്ഷര കുക്ഷികളല്ല, അനഭ്യസ്തരല്ല. അവരെല്ലാം നന്നായിട്ട് പഠിച്ചറിഞ്ഞ ആളുകളാണ്. പക്ഷേ സ്വാർത്ഥത കൊണ്ട് അവരുടെ കർമ്മങ്ങൾ ദുഷിച്ചു പോയി. ആ സ്വാർത്ഥമായ കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അവർ അധർമ്മങ്ങളും ദുരാചാരങ്ങളും ചെയ്യുന്നവരായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ അധർമ്മ കർമ്മങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും അസദ് വാസനകളിലൂടെയും മുമ്പോട്ട് നീങ്ങുന്ന ആളുകളിൽ പോലും സത്തായ ഒരു ഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത്, എല്ലാ മനുഷ്യനിലും ഉണ്ട് നന്മയുടെ അംശം, തിന്മയുടെ അംശവും. അപ്പം നന്മയുടെയും തിന്മയുടെയും മിക്സ്ചറാണ് എല്ലാ ആളുകളും. ഒരു ജീവിയും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ചില ആളുകളിൽ തിന്മയുടെ അംശം കൂടിയിരിക്കും, ചില ആളുകളിൽ നന്മയുടെ അംശം കൂടിയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ വിഭീഷണൻ്റെ ഈ സ്തുതിയോടുകൂടി ഈ ഇങ്ങനെ വിഷ്ണുവിനെക്കുറിച്ചുള്ള ഇത്തരം നല്ല വാക്കുകൾ പറഞ്ഞ് ഈ രാവണനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ഒന്ന് ശ്രമിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നത്. പക്ഷേ ഇത് രാവണന് ഇഷ്ടപ്പെട്ടില്ല. ഈ കുംഭകർണൻ്റെ വാക്കുകൾ രാവണനെ അത്യധികം കുപിതനാക്കി. ഒരുപാട് ചീത്ത പറഞ്ഞു. എനിക്ക് എൻ്റെ ജ്ഞാനോപദേശമൊന്നും ആവശ്യമില്ല. നിൻ്റെ ഒരു ഗുരുവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണോ ഞാൻ നിന്നെ വിളിച്ചു വരുന്നത്? എൻ്റെ വിചാരം എനിക്കൊരു ഗുരുവിനൊന്നും ആവശ്യമില്ല. നിന്നെ ഞാൻ പാടുപെട്ട് ഉണർത്തിക്കൊണ്ട് വന്നത് ഞാൻ നിന്നെ ഇത്രകാലം നിന്നെ പരിഗണിച്ച, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗമാകുമെന്ന് കരുതിയാണ് നിന്നെ ഞാൻ വിളിച്ചുണർത്തിയത്. പക്ഷേ നിനക്ക് ഒരിക്കലും അത് സാധിക്കുന്നില്ലല്ലോ. നീ പോയി കിടന്നുറങ്ങിക്കോ, നീ എന്നെ സഹായിക്കണ്ട. അപ്പോൾ ഈ പർവ്വതാകാരമായ കോട്ട മുതലും ചാടിക്കടന്ന് നീ അപ്പുറത്ത് പോയി നിൻ്റെ ആ ഗുഹയ്ക്കകത്ത് കയറിക്കടന്ന് നീ ശരിയായിട്ട് ഉറങ്ങിക്കും. ഒരുപാട് മനുഷ്യന്മാരുണ്ടാകും പിടിച്ചു നിന്നുകൊണ്ട് നീ അവിടെ കിടന്ന് നിൻ്റെ ഇഷ്ടം പോലെ അയക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടപ്പോൾ കുംഭകർണനൊരു ഒരു വിഷമമായി ജ്യേഷ്ഠന് വേണ്ടി. പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങ് എൻ്റെ വാക്കുകൾ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. രാമൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ മരിച്ചോളട്ടെ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ തീരെഴുതി തന്നിരിക്കുന്ന, ഏത് കാലത്ത് എപ്പോഴാവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ചേട്ടന് വേണ്ടി എൻ്റെ പ്രാണൻ നൽകുന്ന എനിക്ക് വിഷമമില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പം നൽകുകയാണ്. ഞാൻ മരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ അങ്ങയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് ജ്യേഷ്ഠ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കുംഭകർണൻ യുദ്ധത്തിന് പോകുന്നത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ദിവസം